10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മലപ്പുറം മേൽമുറി അൺഎയ്ഡഡ് സ്കൂളിനെതിരെയും അന്വേഷണം നടക്കാൻ പോവുകയാണ്. വകുപ്പുതല നടപടിയെടുക്കാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പരിശോധിക്കും. ഡിഇഒ ഗീതാകുമാരി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂരാണ് ചേരുന്നത്. സുനിഷ, ഇപ്പോൾ ഈ സ്കൂളിന് കുരുക്കുമുറുകുകയാണോ? പ്യൂണിന് സസ്പെൻഷൻ മാത്രം മതിയോ എന്നതും ചോദ്യമാണ്. ഈ പ്യൂണാണ് ചോർത്തിയതെന്ന വിവരത്തിൽ അന്വേഷണ സംഘം നിൽക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് എന്തൊക്കെ സംഭവിക്കും? ഇപ്പോൾ എന്താണ് സംഭവ വികാസങ്ങൾ? റോഷ്നി, തുടക്കം മുതൽ തന്നെ ഈ വിഷയം മുന്നോട്ട് എത്തിയതിനു ശേഷം ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ അന്വേഷണം സമാന്തരമായി നടക്കുകയും ഒപ്പം തന്നെ അധ്യാപകർക്കാണോ പങ്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലുള്ളവർക്കാണോ, അങ്ങനെയെങ്കിൽ ആരാണ് ഈ ഇതിന് കൂട്ടുനിന്നത് എന്നടക്കമുള്ളത് പരിശോധിക്കാൻ അധ്യാപകർ ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ ഡിഒമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഉറവിടം തന്നെ വ്യക്തമായിരിക്കുന്നത്. ഉറവിടം വ്യക്തമായൊരു പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നടപടിയെടുക്കാനായി മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ മേൽമുറി സ്കൂളിനെതിരെ ഒരു അന്വേഷണം എന്നതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിഇഒ ആയ ഗീതാകുമാരിക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഗീതാകുമാരി കഴിഞ്ഞ ദിവസം തന്നെ ഈ മേൽമുറി ഈ സ്കൂളിലേക്ക് എത്തി ഒരു പ്രാഥമികമായ പരിശോധന നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും ചെയ്തിരുന്നു. അതിലാണ് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടത്. ആർക്കൊക്കെയാണ് ഇതിൽ പങ്ക് എന്നതാണ്. ഇങ്ങനെ ഒരു പ്യൂണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് പരീക്ഷയ്ക്കായി കൊണ്ടുവച്ച ഈ പരീക്ഷാ പേപ്പർ കെട്ടിൽ നിന്നും ഒരു പരീക്ഷാ പേപ്പർ എടുത്തുകൊണ്ട് ഈ ഫോട്ടോ എടുത്ത് അയക്കണമെങ്കിൽ അത് ആർക്കെങ്കിലും അറിയുമായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിനൊക്കെ തന്നെയും ഉത്തരം വേണ്ടതുണ്ട് എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ദിവസം ഈ ക്ലാസ്സിലേക്ക് എത്തിയ അധ്യാപകന് ഈ ചോദ്യപേപ്പറിന്റെ കെട്ട് പൊളിച്ചതായി തോന്നിയിട്ടില്ലേ, അങ്ങനെ കരുതിയിട്ടില്ലേ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അധ്യാപകന്റെ കൂടി അറിവോടെയാണോ എന്ന ചോദ്യവും ബാക്കിയാണ്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇതിൽ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഒ ഗീതാകുമാരിയോട് വിശദമായി തന്നെ ഇതിൽ ഒരു അന്വേഷണം നടത്താനായി ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ലഭിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നടപടിയിലേക്ക് കടക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതൊരു MS സൊല്യൂഷനിൽ മാത്രം ഒതുക്കുക എന്നതിനപ്പുറം മറ്റ് ട്യൂഷൻ സെന്ററുകൾക്ക്, ട്യൂഷൻ സ്ഥാപനങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതാണ്. നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് നിലവിൽ ഇപ്പോൾ ട്യൂഷൻ സെന്ററുകൾ തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തുകൊണ്ടും അങ്ങനെ കുട്ടികളെ ആകർഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഇതുപോലുള്ള ട്യൂഷൻ സെന്ററുകൾക്ക് പങ്കുണ്ടോ എന്നതാണ്. നേരത്തെ ഷുഹൈബ് പറഞ്ഞതുപോലെ മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് എന്ന് ഇവർ തന്നെ സമർത്ഥിക്കുമ്പോൾ അത് ഏതൊക്കെയെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ്. ഈ നേരത്തെ ഈ വമ്പൻ സ്രാവുകൾ കുടുങ്ങുന്നില്ല, പരൽമീൻ മാത്രമാണ് കുടുങ്ങുന്നത് എന്നതടക്കമുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ഈ വമ്പൻ സ്രാവുകൾ എത്തേണ്ടതുണ്ട്. ഇതിലിപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് തന്നെ അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല, പ്യൂണിന് നിലവിൽ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, 10ാം ക്ലാസ്സിലെ പരീക്ഷയാണെങ്കിലും +2 പരീക്ഷയാണെങ്കിലും ഒക്കെ ഈ ഇരിക്കുന്ന പരീക്ഷാ ഹാളിലേക്ക് അധ്യാപകർ ചോദ്യപേപ്പറുകളുമായി വരുമ്പോൾ അത് വളരെ സുരക്ഷിതമായാണ് അവർ കൊണ്ടുവരാറുള്ളത്. നമുക്ക് ഓർമ്മയിൽ നിന്ന് പറയുമ്പോൾ ചിലർ കത്രികയുമായൊക്കെ വരും. നല്ല പശ വെച്ച് ഒട്ടിച്ച ഈ കെട്ടുകളായിരിക്കും, അതിനുള്ളിലായിരിക്കും പരീക്ഷാ പേപ്പറുകൾ ഇട്ടുവെച്ചിട്ടുണ്ടാവും.